നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. PM കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്. 24ാം ഗഡുവുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ കേരളത്തിന് ഈ കർഷക പദ്ധതികളിൽ ഏതൊക്കെ ലഭിക്കും, ഇനി ലഭിക്കാതെ ആവുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. PM കിസാൻ കേരളത്തിന് ലഭിക്കുമോ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി നോക്കും. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതായത് PM കിസാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. എന്നാൽ ഇതിനു പുറമെ ചില സംസ്ഥാനങ്ങൾ സ്വന്തം ബഡ്ജറ്റിൽ നിന്ന് കർഷകർക്ക് അധിക സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. തെലങ്കാനയിലെ ഋതു ഭരോസ, അതുപോലെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി കിസാൻ കല്യാൺ, പശ്ചിമ ബംഗാളിലെ കൃഷക് ബന്ധു തുടങ്ങിയ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും, കേരളത്തിലെ കർഷകർക്ക് PM കിസാന് പുറമെ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം നൽകുന്ന സമാനമായ പദ്ധതി ഉണ്ടോ എന്നുള്ളത്. കേരളത്തിൽ കർഷകർക്കായി എന്തൊക്കെ സഹായങ്ങൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം, മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്ന സഹായവും കേരളത്തിലെ സഹായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ വളരെ ലളിതമായി പരിശോധിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. PM കിസാന്റെ കാര്യം മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ PM കിസാൻ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി, അതായത് PM കിസാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന കർഷക ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. 2019 ഈ പദ്ധതി ആരംഭിച്ചത്. അർഹരായ കർഷക കുടുംബങ്ങൾക്ക് വർഷത്തിൽ ആകെ 6000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. എന്നാൽ 6000 രൂപ ഒരുമിച്ച് ലഭിക്കുന്ന പദ്ധതിയല്ല ഇത്. 3 തുല്യ ഗഡുക്കളായി 2000 രൂപ വീതം 3 തുല്യ ഗഡുക്കളായാണ് കൊടുക്കുന്നത്. ഈ തുക സാധാരണയായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെയാണ് അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. PM കിസാൻ പദ്ധതിയിൽ പേരുണ്ടെന്ന് മാത്രം കൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും പണം ലഭിക്കുമെന്ന് കരുതരുത്. ഗുണഭോക്താവിന്റെ വിവരങ്ങൾ ശരിയായിരിക്കണം. KYC പോലുള്ള ആവശ്യമായ നടപടികൾ പൂർത്തിയായിരിക്കണം. ബാങ്ക് വിവരങ്ങളിൽ പിശക് ഉണ്ടാകരുത്. ഭൂവിവരങ്ങളിൽ ബന്ധപ്പെട്ട പരിശോധനകൾ ആവശ്യമായിടത്ത് ശരിയായി പൂർത്തിയാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഗഡുവിനും മുൻപായി ഗുണഭോക്താക്കൾ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെയധികം പ്രധാനമാണ്. ഇനി ഗഡുക്കളുടെ സാധാരണ വിതരണ കാലയളവ് നോക്കാം. PM കിസാൻ ഒരു വർഷം 3 ഗഡുക്കളായാണ് നൽകുന്നത് സഹായം. ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഒരു ഗഡു, ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ഒരു ഗഡു, അതുപോലെ ഡിസംബർ മുതൽ മാർച്ച് വരെ ഒരു ഗഡു, അങ്ങനെ 3 ഗഡുവാണ്. അതായത് ഒരു ഗഡുവിന്റെ പണം ലഭിച്ച ദിവസം മാത്രം നോക്കി അടുത്ത ഗഡുവിന്റെ കൃത്യമായ തീയതി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം കേന്ദ്ര സർക്കാർ ഓരോ ഗഡുവിനും പ്രത്യേകമായി വിതരണം പ്രഖ്യാപിക്കാറുണ്ട്. ഇനിയിപ്പോഴത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 23ാം ഗഡു ജൂൺ മാസത്തിൽ വിതരണം ചെയ്തു. ഇനി 24ാം ഗഡുവാണ്. പദ്ധതിയുടെ സാധാരണ 4 മാസ ചക്രം കണക്കിലെടുക്കുമ്പോൾ 24ാം ഗഡു ഈ ഒരു 24ാം ഗഡു 2 ഗഡു കാലയളവിൽ വരേണ്ടതാണ്. അതുകൊണ്ട് 24ാം ഗഡു ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി PM കിസാന്റെ അടുത്ത ഗഡു വരുന്നതിന് മുൻപ് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് KYC, അതുപോലെ ലാൻഡ് സീഡിംഗ്, ആധാർ ഓതന്റിക്കേഷൻ സംബന്ധിച്ച് പ്രശ്നമുണ്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ, മുൻഗഡുവിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ, ഇവയെല്ലാം നിങ്ങൾ പരിശോധിക്കണം. ഇല്ലാത്ത പക്ഷം 24ാം ഗഡു നിങ്ങൾക്ക് തീർച്ചയായും മുടങ്ങുന്നതായിരിക്കും. ഇനി PM കിസാൻ ഗഡു പ്രതീക്ഷിച്ചിട്ടും അക്കൗണ്ടിൽ പണം എത്താത്തത് പല കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം KYC പൂർത്തിയാക്കാത്തതാണ്. PM കിസാൻ ഗുണഭോക്താക്കൾ KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസിൽ KYC സംബന്ധിച്ച പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി രണ്ടാമത്തെ കാരണം ഓതന്റിക്കേഷൻ, അതായത് ആധാർ ഓതന്റിക്കേഷൻ പ്രശ്നം. കർഷകന്റെ ആധാർ വിവരങ്ങൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഓതന്റിക്കേഷൻ പ്രശ്നമുണ്ടാകാം. പേര്, ജനന വിവരം, അതുപോലെ മറ്റ് തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടി വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ ഏറ്റവും വലിയ പ്രശ്നം,
അതായത് ബാങ്ക് അക്കൗണ്ടിൽ IFSC കോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തനരഹിതമാണോ, ആധാർ സീഡിംഗ് സംബന്ധിച്ച് പ്രശ്നമുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഇനി നാലാമത്തെ കാര്യം ലാൻഡ് സീഡിംഗ് ആണ്. PM കിസാനിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമാണ്. കർഷകന്റെ ഭൂവിവരങ്ങളും ഔദ്യോഗിക റെക്കോർഡുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഗഡുവിന്റെ നടപടിക്രമത്തിൽ തടസ്സമുണ്ടാകും. പ്രത്യേകിച്ച് ഭൂമി കൈമാറ്റം, അവകാശമാറ്റം, പുതിയ ഭൂമി രജിസ്ട്രേഷൻ തുടങ്ങിയ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ പുതുക്കേണ്ടി വരാം. നിങ്ങൾക്ക് KYC PM കിസാൻ ഗുണഭോക്താക്കൾ KYC പൂർത്തിയാക്കാൻ വിവിധ മാർഗങ്ങളുണ്ട്. ഓൺലൈൻ സംവിധാനത്തിലൂടെ OTP ഉപയോഗിച്ച് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. PM കിസാൻ സംവിധാനങ്ങളിലൂടെയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. കൂടാതെ CSC കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഉപയോഗിച്ച് KYC പൂർത്തിയാക്കാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം, സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള CSC സെന്റർ നിങ്ങൾ പോയി സഹായം തേടുന്നതാണ് നല്ലത്. എന്നാൽ ആരെങ്കിലും പണം വാങ്ങി നിങ്ങളുടെ PM കിസാൻ പണം ഉറപ്പായി വരുത്തി തരാമെന്ന് പറഞ്ഞാൽ അത് ജാഗ്രത പാലിക്കുക. ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗഡു ലഭിക്കുമോ എന്ന് മനസ്സിലാക്കാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. PM കിസാൻ ഔദ്യോഗിക പോർട്ടലിൽ ലഭ്യമായ സ്റ്റാറ്റസ് സംവിധാനത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് അവരുടെ വിവരങ്ങൾ പരിശോധിക്കാം. അവിടെ നിങ്ങളുടെ പേയ്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ, എലിജിബിലിറ്റി സംബന്ധിച്ച വിവരങ്ങൾ, KYC സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ ലഭ്യമാകാം. ഓരോ ഗുണഭോക്താവിന്റെ സ്റ്റാറ്റസിൽ പ്രശ്നം കാണിച്ചാൽ ഉടൻ തന്നെ അത് ഒരു എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് KYC പെൻഡിങ് ആണെങ്കിൽ എന്ന് കാണുന്നുണ്ടെങ്കിൽ KYC പൂർത്തിയാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ലാൻഡ് സീഡിംഗ് പെൻഡിങ് ആണെങ്കിൽ ഭൂമി വിവര പരിശോധന ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഇഷ്യൂ എന്നാണെങ്കിൽ വിവരങ്ങളാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ പണം വന്നില്ല എന്ന് മാത്രം പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് വന്നില്ല എന്നുള്ളത് നിങ്ങൾ സ്റ്റാറ്റസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഒരു ഭാഗത്തിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ പദ്ധതിക്ക് പുറമെ ചില സംസ്ഥാനങ്ങൾ സ്വന്തം കർഷക ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഒരു കർഷകന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നതോടൊപ്പം സംസ്ഥാന പദ്ധതികളിലൂടെയും ചില സാഹചര്യങ്ങളിൽ പണം ലഭിക്കാം. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പദ്ധതികൾ ഒരേപോലെയല്ല. അർഹതാ മാനദണ്ഡങ്ങൾ വ്യത്യാസമാണ്, തുക വ്യത്യാസമാണ്. കൃഷിഭൂമിയുടെ അളവ്, കർഷകന്റെ വിഭാഗം, വിള, കൃഷിരീതി തുടങ്ങിയവ അനുസരിച്ചായിരിക്കും സഹായങ്ങൾ. ഇനി എല്ലാ സംസ്ഥാന കർഷകർക്കും ഇത്ര രൂപ എന്ന് പൊതുവായി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പദ്ധതികൾ എന്ന് നോക്കാം. തെലങ്കാനയിൽ കർഷകരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഋതു ഭരോസ. അതുപോലെ തന്നെ കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്നാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. എന്നാൽ തുക, അർഹത, വിതരണം എന്നിവ സർക്കാർ തീരുമാനങ്ങൾ അനുസരിച്ച് മാറും. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പഴയ കണക്കുകൾ അതേപടി ഇപ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. ഇനി മധ്യപ്രദേശിലുള്ളതാണ് മുഖ്യമന്ത്രി കിസാൻ കല്യാൺ യോജന എന്ന ഒരു പദ്ധതി. PM കിസാൻ പദ്ധതിയോടൊപ്പം തന്നെ സംസ്ഥാന സഹായം ലഭിക്കുന്ന രീതിയിലുള്ള മാതൃകയിലാണ് ഇവിടെ പൊരുത്തപ്പെടുന്നു വരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിന് പുറമെ സംസ്ഥാന സർക്കാരിൽ നിന്ന് അധിക സഹായവും ചില കർഷകർക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. 2000 രൂപ വീതം അങ്ങനെ ലഭിക്കുന്ന പദ്ധതിക്ക് പുറമെയാണ് ഈ ഒരു ധനസഹായം കൂടി. പശ്ചിമ ബംഗാളിൽ കൃഷക് ബന്ധു എന്നുള്ള ഒരു ക്ഷേമ പദ്ധതിയുമുണ്ട്. ഭൂവിസ്തീർണം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ഒരു പദ്ധതി ഉണ്ട്. അതേപോലെ ഒഡീഷയിലെ കർഷകരെ സഹായിക്കാൻ കാലിയ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ചെറുകിട കർഷകർ, കൃഷിയുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന ഈ ഒരു പദ്ധതിയാണ്. ഛത്തീസ്ഗഡിലും കർഷകരെ വിവിധ പദ്ധതികൾ നൽകുന്നുണ്ട്. നെൽകർഷകരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് വരുമാന പിന്തുണയും ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതികൾ നൽകുന്നത്. മറ്റൊരിടത്ത് ഇൻഷുറൻസ്, മറ്റൊരിടത്ത് ഇൻപുട്ട് സബ്സിഡി, മറ്റൊരിടത്ത് വിള അടിസ്ഥാന സഹായം. എവിടെയെങ്കിലും നേരിട്ടുള്ള ഇങ്ങനെയുള്ള സഹായങ്ങൾ പല സംസ്ഥാനങ്ങളിലും നൽകി വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കേരളത്തിലേക്ക് നമുക്ക് വരാം. കേരളത്തിൽ PM കിസാൻ പോലുള്ള സംസ്ഥാന സർക്കാർ എല്ലാ അർഹരായ കർഷകർക്കും വർഷം തോറും നിശ്ചിത തുക നേരിട്ട് നൽകുന്ന പദ്ധതി ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. നിലവിലെ പൊതുവായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ PM കിസാനോട് സമാനമായ അർഹത കർഷകർക്കും അതുപോലെ സ്ഥിരമായ വാർഷിക ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് നൽകുന്ന ഒരു സംസ്ഥാന പദ്ധതി ഇല്ലെന്നാണ് പറയേണ്ടത്. എന്നാൽ ഇതിന്റെ അർത്ഥം കേരളത്തിലെ കർഷകർക്ക് സഹായം ലഭിക്കുന്നില്ല എന്നല്ല. കേരളത്തിന്റെ കർഷകരെ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളുണ്ട്. കർഷക പെൻഷൻ, വിള ഇൻഷുറൻസ്, നെൽകൃഷി സഹായം, പച്ചക്കറി കൃഷി പ്രോത്സാഹനം, നാളികേര മേഖലയിലെ വിവിധ സഹായങ്ങൾ,
കാർഷിക യന്ത്രവൽക്കരണ സബ്സിഡികൾ, ജലസേചന സഹായങ്ങൾ, വിവിധ വിളകൾക്ക് സബ്സിഡി എന്നിങ്ങനെ പല മേഖലകളിലും സഹായങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ 2000 വീതം മാസം, അതുപോലെ 1000 രൂപ വീതം മാസം നൽകുന്ന പദ്ധതികൾ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.